ദമാം ഇസ്ലാമിക് കൾച്ചറൽ സെന്റർ മലയാള വിഭാഗം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വബിഹി നസ്തഈൻ വസ്സലാത്തു വസ്സലാമു അലാ അത്മാനിൽ അക്മലാനിൽ അദ്വമാനി അലാ ഖാതമിൽ അംബിയാഇ വൽ മുർസലീൻ നബീന മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുമ്മ അമ്മാ ബഅദ്. സഹോദരന്മാരെ, നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹുജ്റയും അതിൻ്റെ പരിസരവുമാണ് പഠിച്ചു വരുന്നത്. നമ്മൾ ഈ മസ്ജിദ് നബവിയുടെ സ്ഥാനവും പിന്നെ ആയിഷ റളിയല്ലാഹു തആല അൻഹയോടത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചിരുന്ന, അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ കൂട്ടുകാരായ അബൂബക്കർ, ഉമർ റളിയല്ലാഹു അൻഹുമ അവരോടൊപ്പം അന്ത്യവിശ്രമം കൊള്ളുന്ന ആ വീടിൻ്റെ സ്ഥാനവും അത് ഒന്നുകൂടി വ്യക്തമാവുന്നതിന് വേണ്ടി ഉണർത്തി നമുക്ക് തുടർ വിഷയങ്ങളിലേക്ക് വരാം. മസ്ജിദ് നബവിയുടെ ഒരു അന്നത്തെ ഏകദേശ രൂപം അതാണ് ഈ കാണുന്നത്. ഈ ഭാഗത്താണ് ഖിബില. ഖിബില മാറിയതിന് ശേഷം ആദ്യം ഖിബില അങ്ങോട്ടായിരുന്നു. 17 മാസക്കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് ഹിജറ വന്ന് 17 മാസം നിസ്കരിച്ചത് ഷാമിലേക്കാണ്. ഷാമിൽ നമ്മൾ പറഞ്ഞു, ബൈത്തുൽ മഖ്ദിസിൽ അൽ മസ്ജിദുൽ അഖ്സ പള്ളി അങ്കണത്തിൽ, മസ്ജിദ് അങ്കണത്തിൽ അസ്സഹ്റ എന്ന് പറയുന്ന ഒരു സ്ഥലം, ഞാനത് കൊണ്ടുവരാം ഇൻഷാ അല്ലാ. അത് ഖുബ്ബത്തു സഹ്റയുടെ ചുവട്ടിൽ മിഹ്റാബുൽ അംബിയ എന്ന് പറയുന്ന നബിമാരുടെ ഒരു മിഹ്റാബിൻ്റെ സ്ഥാനമുണ്ട്, ഒരു ഗുഹയായിട്ട്. ആ ഗുഹയ്ക്ക് മുകളിൽ ഒരു മേൽക്കൂര എന്ന പോലെയാണ് സഹ്റയുള്ളത്. അതായിരുന്നു ആദ്യത്തെ ഖിബില. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്രാ മിഅ്റാജ് നടത്തിയപ്പോൾ ഇസ്രായിൻ്റെ രാവിൽ ആ സഹ്റയിലേക്ക് തിരിഞ്ഞാണ് നിസ്കരിച്ചത്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിറകിലായിരിക്കും കഅബ വരിക അങ്ങോട്ട് നിസ്കരിക്കുമ്പോൾ. 17 മാസം അങ്ങനെയാണ് നിസ്കരിച്ചത്. ഖിബില മാറിയതിന് ശേഷം തെക്ക് ഭാഗത്താണ് മക്ക. തെക്ക് ഭാഗത്തേക്ക് തിരിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ചു. കിഴക്ക് ഭാഗം, മസ്ജിദുൻ നബവിയുടെ കിഴക്ക് ഭാഗം, ഇവിടെയാണ് ഭാര്യമാരുടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പത്നിമാരുടെ ഹുജറകൾ, വീടുകൾ. അതിൽ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ ഹുജറ തൊട്ട് കിഴക്ക് ഭാഗത്ത്, വീണ്ടും സൗദ ബിൻത് സമ്അ റളിയല്ലാഹു തആല അൻഹയുടെ വീട്, പിന്നെ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയുടെ വീട്, അതിൻ്റെ തൊട്ട് ഇതേപോലെ ഉമ്മു സലമ ഹിന്ദ് ബിൻത് അബി ഉമയ്യ റളിയല്ലാഹു തആല അൻഹയുടെ വീട്. അങ്ങനെയായിരുന്നു അതിൻ്റെ സ്ഥാനം. ഏതായാലും ഖിബ്ല ഇങ്ങോട്ടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട് ഈ കിഴക്ക് ഭാഗത്ത്, മസ്ജിദ് നബവിയുടെ കിഴക്ക് ഭാഗത്ത്. അതിൻ്റെ വലിപ്പം എത്രയായിരുന്നു, ചുറ്റളവ് എത്ര, ഉയരം എത്ര, ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കിയത്. അന്ന് കാലങ്ങളിൽ തിരുവിയോഗശേഷം ദാവൂദ് ബിൻ ഖൈസ് എന്നവർ ഈ ഹുജറയിൽ പ്രവേശിച്ചതിനെ കുറിച്ച് പറയുന്നുണ്ട്. ഹുജറയിൽ പ്രവേശിച്ചപ്പോൾ അദ്ദേഹം കണ്ട കാഴ്ച അതാണ്. ഈ ഹുജറ മറച്ചിരുന്നത് ഈത്തപ്പന പട്ട കൊണ്ടായിരുന്നു. പിന്നെ അതിന്മേൽ ഒരു രോമത്തിൻ്റെ വിരി ഇങ്ങനെ തൂക്കിയിരുന്നു എന്നാണ്. രോമത്തിൻ്റെ ഒരു വിരി കൂടി അതിനെ തൂക്കിയിരുന്നു. ഈ ഹുജറയിൽ നിന്നുള്ള മസ്ജിദിലേക്കുള്ള വാതിൽ, ഇവിടെയാണ് മസ്ജിദ് നബവി, ഖിബ്ല അങ്ങോട്ട്. ഈ വാതിൽ രോമത്തിൻ്റെ ഒരു വിരിയായിരുന്നു എന്നുള്ളതാണ്. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താമസിച്ച വീടിൻ്റെ ഒരു ചുറ്റളവ്, അതിൻ്റെ വലിപ്പം, ഹുജറയുടെ ഉയരം 1 മീറ്ററും 60 സെൻറ്റിമീറ്ററും, ഹുജറയുടെ നീളം 5 മീറ്റർ 24. ഇതേ വീതിയല്ല, നീളമല്ല ഈ ഭാഗത്ത്, വീടിൻ്റെ ഭാഗത്ത്. ഇവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇപ്പോൾ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലം. ആ ഭാഗത്ത് ചുമര് 4 മീറ്ററും 90 സെൻറ്റിമീറ്ററും വീതി. ഹുജറയുടേത് ഉണ്ടോ, ഈ ഹുജറ എന്ന് പറയുന്നത് 2 മീറ്ററും 50 സെൻറ്റിമീറ്ററുമാണ്. വീടിൻ്റെ ബൈത്തിൻ്റെ നീളമാണ് ഇത്, 3 മീറ്ററും 50 സെൻറ്റിമീറ്ററും, ഏകദേശം 4 മീറ്റർ. ലോകത്തിൻ്റെ നേതാവ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പാർത്തിയിരുന്ന അവിടുത്തെ ഹുജറകളിൽ 9 ഭാര്യമാർക്ക് 9 ഹുജറകൾ. അതിൽ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ റളിയല്ലാഹു തആലയോടൊപ്പം താമസിച്ചിരുന്ന മസ്ജിദ് നബിയോട് ചേർന്നുള്ള ഹുജറയാണ് അത്. ആ ഹുജറയിൽ നിന്ന് കണ്ട, ഇതാണ് ഹുജറ, അതിൻ്റെ വാതിൽ. ഹുജറയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അതാണ് മസ്ജിദ്. ഉണ്ടാ, ഇതാണ് ഇപ്പം ഇന്ന് നമ്മൾ ചെന്നാൽ ഈ ഹുജറയുടെ ഡോർ ഉണ്ടല്ലോ, അതിൻ്റെ ഭാഗമാണത്. ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ മസ്ജിദിലേക്ക്. പക്ഷേ ഈ ഹുജറയിൽ നിന്നുള്ള വാതിൽ അതിൻ്റെ സ്ഥാനമാണത്, നമ്മളാ കാണുന്ന സ്ഥാനം. പക്ഷേ അത് നേരിട്ട് അന്ന് മസ്ജിദിലേക്ക് ഇറങ്ങുമായിരുന്നു, ഇന്ന് ചുമരയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീടിൻ്റെ പുറത്ത് ചുമരുകളാണ്. അതിനെക്കുറിച്ച് അതിൻ്റെ ചരിത്രം പറയാം പിന്നീട്. 2 വലിയ ചുമരുകൾ പിന്നീട് വന്നിട്ടുണ്ട്. എന്നിട്ട് പിന്നെയാണ് നമ്മൾ ഈ കാണുന്ന ആ രണ്ടാമത്തെ ആ ഒരു ഇരുമ്പിൻ്റെ, അതേപോലെ തന്നെ പിച്ചളയുടെ ഭിത്തിയാണത്. അതാണ് ഇപ്പം മസ്ജിദിലേക്ക് അടുത്ത് നിൽക്കുന്നത്. ഏതായാലും അന്ന് കാലങ്ങളിൽ ഹുജറയിൽ നിന്ന് നേരിട്ട് മസ്ജിദിലേക്ക് ഇറങ്ങുമായിരുന്നു. അതുകൊണ്ടാണ് അന്ന് ചരിത്രത്തിൽ കാണാം, ഹബശക്കാർ മസ്ജിദിൽ കളിക്കുകയാണ്. ഹബശക്കാരെ മസ്ജിദിൽ അവരുടെ യുദ്ധോപകരണങ്ങൾ കൊണ്ട് കളിക്കുകയാണ്. അവരുടെ ഹിറാബ് കൊണ്ട് കളിച്ചു എന്നാണ്. അപ്പോൾ കളിക്കുന്നത് കണ്ടപ്പോൾ ആയിഷ റളിയല്ലാഹു തആല എന്ന് പറയാണ്, എൻ്റെ ഹുജറയുടെ വാതിലിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹബശക്കാർ കളിക്കുന്നത് കണ്ടു. എൻ്റെ ഹുജറയുടെ വാതിൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ വാതിൽക്ക് നിൽക്കുകയാണ്, ഇവിടെ ഹബശക്കാർ കളിക്കുകയാണ് മസ്ജിദിൽ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കാൻ ആയിഷയോട്, നിങ്ങൾക്ക് അവരുടെ കളി കാണണോ? അപ്പോൾ കാണണം എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസ്തുറുനി ബിരിദാഇഹി, റസൂലുള്ളാഹിന്റെ ശിരോവസ്ത്രം തട്ടം കൊണ്ട് റസൂലുള്ള എന്നെ ഇങ്ങനെ മറച്ചു പിടിച്ചു. അങ്ങനെ ഞാൻ ഈ മസ്ജിദിൽ കളിക്കുന്ന ഹബശക്കാരുടെ കളി റസൂലുള്ള മറച്ചതിൻ്റെ പിന്നിൽ നിന്ന് ഞാൻ നോക്കി കണ്ടു എന്നാണ്. മിമ്പൈനി ഉദ്നിഹി വആതിഖിഹി, റസൂലുള്ളാഹിന്റെ ചെവിയുടെയും ചുമലിൻ്റെയും ഇടയിൽ ഞാൻ എൻ്റെ തല വെച്ച് അങ്ങനെ ഞാൻ കളി മസ്ജിദിൽ നടക്കുന്നത് നോക്കി കണ്ടു എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ തന്നെ നിന്നു. ഞാൻ കളി മതിയാക്കി ഞാൻ പിരിഞ്ഞു പോകുന്നത് വരെ ഇനി മതിയാക്കുക എന്നൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ല എന്നാണ് ആയിഷ റളിയല്ലാഹു തആല അവിടെ പറയുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീടിൻ്റെ ഈ ഹുജറയുടെ തൊട്ടായിരുന്നു മസ്ജിദ് ഉണ്ടായിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹുജറയിൽ നിന്ന് കാലെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മസ്ജിദിലേക്കായിരുന്നു. ചരിത്രത്തിൽ ഈ ഹുജറയും അതിൻ്റെ വാതിലും അതിനൊക്കെ ധാരാളം ചരിത്രങ്ങളാണ്. അതിലൊരു ചരിത്രമാണ് ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയാണ്, ഞാൻ ഒരിക്കൽ നോക്കുമ്പോൾ എൻ്റെ ഹുജറയുടെ വാതിലിൽ, എൻ്റെ ഹുജറയുടെ വാതിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു സ്ത്രീ നിൽക്കുന്നു. ആ സ്ത്രീ അവർ ജുവൈരിയ ബിന്തുൽ ഹാരിസ് അൽ മുസ്തലഖിയ റളിയല്ലാഹു തആല അൻഹയാണ്. ജുവൈരിയ അതിന് നിൽക്കുന്നത് എന്തിനാ? ബനുൽ മുസ്തലഖ് ഗോത്രക്കാരുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യുദ്ധത്തിലേർപ്പെട്ടു. ബനുൽ മുസ്തലഖ് ഗോത്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ മക്കയുടെയും മദീനയുടെയും ഇടയിൽ, മക്കയോട് അടുത്ത് ബനുൽ മുസ്തലഖ് ഗോത്രം. അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും മദീനയെയും ചതിയിൽ ആക്രമിക്കാൻ പരിപാടിയിട്ട ഒരു വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയുകയും അതുകൊണ്ട് അവരോടൊരു യുദ്ധത്തിൽ ഏർപ്പെടുകയാണ് ഉണ്ടായത്. അങ്ങനെ ഈ ബനുൽ മുസ്തലഖ് ഗോത്രക്കാരുമായിട്ടുള്ള യുദ്ധത്തിൽ അവർ തോൽപ്പിക്കപ്പെട്ടു. അവരെ എല്ലാവരെയും ബന്ദിയായിട്ട് പിടിക്കപ്പെട്ടു. ആ ബന്ദികളുടെ കൂട്ടത്തിൽ ഒരാളായിരുന്നു ജുവൈരിയ റളിയല്ലാഹു തആല അൻഹ. പിന്നീട് അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പത്നിയായി മാറി. അപ്പോൾ ഈ ജുവൈരിയ റളിയല്ലാഹു തആല അൻഹയെ ബന്ദിയായി പിടിച്ചപ്പോൾ, യുദ്ധബന്ദികളല്ലേ, ഇവരെ പിന്നീട് യോദ്ധാക്കൾക്ക് വീതിച്ചു. ജുവൈരിയ ബനുൽ മുസ്തലഖ് ഗോത്രത്തിൻ്റെ നേതാവായ അൽ ഹാരിസ് ബിൻ അബീ ദിറാറിൻ്റെ മകളാണ്. ഗോത്ര മൂപ്പൻ്റെ മകളാണ്. ഈ യുദ്ധബന്ദികളെ വീതം വെച്ചപ്പോൾ, യുദ്ധസ്വത്തുക്കൾ വീതം വെച്ചതുപോലെ മഹദി ജുവൈരിയ വന്നത് സാബിത്ത് ഇബ്നു ഖൈസ് ഇബ്നു ഷമ്മാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ വിഹിതത്തിലാണ്. സാബിത്ത് ഇബ്നു ഖൈസ് എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിന്റെ ഖതീബ്, പ്രാസംഗികൻ.
ഈ സാബിത്തിൻ്റെ ഓഹരിയിലാണ് വന്നത് ജുവൈരിയ. അപ്പോൾ ജുവൈരിയ എന്നവർ ബന്ദിയാണെങ്കിലും അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. സാബിത്തിനോട് പറഞ്ഞ് ഞാൻ എൻ്റെ മോചനദ്രവ്യം തരാം, അതുകൊണ്ട് മോചനദ്രവ്യം തരാം എന്ന കരാറിൽ നിങ്ങൾ എന്നെ മോചിപ്പിക്കണം എന്ന് ജുവൈരിയ റളിയല്ലാഹു അൻഹ, അവർ അന്ന് മുസ്ലിമല്ല, യുദ്ധബന്ദിയായിട്ട് പിടിച്ച അമുസ്ലിമാണ്. പക്ഷെ അവർ സാബിത്ത് റളിയല്ലാഹുവിനോട് പറഞ്ഞു, ഞാൻ മോചനദ്രവ്യം തരാം, നിങ്ങൾ എന്നെ മോചിപ്പിക്കണം, എനിക്ക് എൻ്റെ സ്വാതന്ത്ര്യമാണ് വേണ്ടത് എന്ന് പറയും. അങ്ങനെ അത് സാബിത്ത് റളിയല്ലാഹുവിനോട് പറഞ്ഞിട്ട് പിന്നെ ജുവൈരിയ വരുന്നത് ഇവിടേക്കാണ്. മസ്ജിദ് നബവിയിലേക്ക് വരികയാണ്. മസ്ജിദ് നബവിയിലേക്ക് വന്നിട്ട് ആയിഷ റളിയല്ലാഹു തആല പറയുകയാണ്, അവർ നിൽക്കുന്നത് ഇൻദ ബാബി ഹുജ്റത്തി, എൻ്റെ ഹുജ്റയുടെ വാതിൽക്കലാണ് അവർ നിൽക്കുന്നതെന്ന്. ഇവിടെ നിൽക്കുക. എന്തിനാണ് നിൽക്കുന്നത്? അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാത്തു നിൽക്കുകയാണ്. അവരെന്തിനാണ് റസൂലുള്ളാഹിനെ കാത്തു നിൽക്കുന്നത്? അവർ ഇപ്പോഴും ഇസ്ലാം ആശ്രയിച്ചിട്ടൊന്നുമില്ല. അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാണ്, തിരുദൂതരെ, ഞാൻ ജുവൈരിയ ബിൻതുൽ ഹാരിസ് ഇബ്നു അബീ ദിറാറാണ് എന്ന് പറഞ്ഞാൽ ബനുൽ മുസ്തലഖിൻ്റെ ഗോത്രമൂപ്പൻ, അവളുടെ മകൾ ജുവൈരിയയാണ്. ഞാൻ വന്ന് പെട്ടത് സാബിത്ത് ഇബ്നു ഖൈസിൻ്റെ ഓഹരിയിലാണ്, യുദ്ധ ഓഹരിയിലാണ് ഞാൻ വന്ന് പെട്ടത്. അതുകൊണ്ട് വഇന്നി കാതബ്തുഹു അലാ നഫ്സി, ഞാൻ സാബിത്ത് ഇബ്നു ഖൈസിനോട് എനിക്ക് സ്വാതന്ത്ര്യം വേണമെന്ന് പറഞ്ഞിട്ട് മോചനദ്രവ്യം തരാമെന്ന് പറഞ്ഞ് കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ഞാൻ അങ്ങയുടെ അടുക്കലേക്ക് വന്നത് ഫജിഇതുക അസ്തഈനുക അലാ കിതാബത്തി, സാബിത്തിന് പൈസ കൊടുത്ത് തീർക്കാൻ, സാബിത്ത് റളിയല്ലാഹുവിന് നിങ്ങൾ എന്നെ സഹായിക്കണം, ആ സഹായ ധനത്തിന് വേണ്ടിയിട്ട് ഞാൻ വന്നതാണ് എന്ന് പറഞ്ഞാണ് ആര് വന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ആര് വന്നത്? ജുവൈരിയ വന്നത്. ജുവൈരിയ അപ്പം മുസ്ലിമല്ല, അവർ യുദ്ധബന്ദിയാണ്. അവർക്ക് അവരുടെ സ്വാതന്ത്ര്യം വേണം. അപ്പോൾ ആ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് അവർ അവരുടെ യജമാനായ സാബിത്തിനോട് മുഖാത്തബത്ത് നടത്തി മോചനദ്രവ്യം തരാം എന്ന പേരിൽ കരാർ. അതിന് ഇനി പണത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നിട്ട് അവർ ഈ ആയിഷ റളിയല്ലാഹു അൻഹ ഹുജറയുടെ വാതിലിൽ നിന്നത് എന്ന്. അപ്പോൾ അവരെ കണ്ട മാത്രയിൽ ആയിഷ റളിയല്ലാഹു തആല പറയാണ്, അവരെ കണ്ട മാത്രയിൽ വല്ലാഹി മാ ഹുവ ഇല്ലാ അൻ റഅയ്തുഹാ അലാ ബാബി ഹുജറതി കരിഹ്തു ഫകരിഹ്തു എന്നാണ്. അവരെൻ്റെ വാതിലിൻ്റെ അടുക്കൽ കണ്ട മാത്രയിൽ എനിക്ക് അവരോട് ഭയങ്കര നീരസാണ് ഉണ്ടായത്, അനിഷ്ടമാണ് ഉണ്ടായത്. കാരണം അവരെ വളരെയധികം ഒരു ശാരീരിക കാന്തിയുള്ള ഒരു സ്ത്രീയായിരുന്നു. ആര് കണ്ടാലും കൗതുകപ്പെടുമാർ ഒരു ശാരീരിക പ്രകൃതിയായിരുന്നു. സ്ത്രീ സഹജമായിട്ടുള്ള ഒരു രോഷം അത് ആയിഷ റളിയല്ലാഹു അൻഹയിൽ ഉടലെടുത്തു എന്നാണ്. ഏതായാലും ജുവൈരിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഈ സഹായധനം ആവശ്യപ്പെട്ടു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജുവൈരിയോട് പറഞ്ഞു, ജുവൈരിയ, നിങ്ങൾ തൃപ്തിപ്പെടുകയാണെങ്കിൽ, സമ്മതിക്കുകയാണെങ്കിൽ, ഞാൻ നിങ്ങൾ പറഞ്ഞതിനേക്കാൾ നല്ലൊരാശയം നിങ്ങളുടെ മുമ്പിൽ വെക്കാം. അതെന്താണ്? ഉഅദ്ദി അൻകി കിതാബതകി വഅതസവ്വജുകി, നിങ്ങളുടെ മോചനധനം അത് ഞാൻ നൽകാം, സാബിത്തിന് നൽകാം, ഞാൻ നിങ്ങളെ വിവാഹം കഴിക്കാം. ഇതായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് ആവശ്യപ്പെട്ടത്. അപ്പോൾ റസൂലുള്ളാഹി അപ്പോൾ മഹദി അവർ പ്രതീക്ഷിച്ച് വന്നതുപോലെ അവർ അത് സമ്മതിക്കുകയും തൃപ്തിപ്പെടുകയാണ് ഉണ്ടായത്. അങ്ങനെ ജുവൈരിയ റളിയല്ലാഹു തആല അൻഹയ്ക്ക് വേണ്ടി മോചനദ്രവ്യം നൽകി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ സ്വതന്ത്രമാക്കിയിട്ട് പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജുവൈരിയയെ വിവാഹം കഴിച്ചു. ആ വിവാഹം കഴിച്ചതോടുകൂടി വലിയൊരു സംഭവമാണ് ഇവിടെ അരങ്ങേറിയത്. അതെന്താ? ബനുൽ മുസ്തലഖ് ഗോത്രക്കാർ മുഴുവൻ ബന്ദികളായി പിടിക്കപ്പെട്ടിട്ട് എവിടെയാണുള്ളത്? മദീനത്ത് സഹാബികളുടെ കയ്യിലാണ്, യുദ്ധസ്വത്തുക്കളായി ഓഹരിച്ചിരിക്കല്ലേ. ജുവൈരിയ റളിയല്ലാഹു അൻഹയെ റസൂലുള്ളാഹി വിവാഹം കഴിച്ചതോടുകൂടി അസ്ഹാറു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യ വീട്ടുകാരാണ് ഇവർ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും എന്ത് ചെയ്തു? തങ്ങളുടെ കീഴിലുള്ള ബന്ദികളെ സ്വതന്ത്രരാക്കി മോചിപ്പിച്ചു. ആരും പിന്നെ ഈ ബനുൽ മുസ്തലഖിലെ യുദ്ധബന്ദികളെ ബന്ദികളാക്കി വെച്ചില്ല. എല്ലാവരും എന്ത് ചെയ്തു? അവർ സഹാബികൾ സ്വതന്ത്രരാക്കി വിട്ടു. എന്താ അവർ കാരണം പറഞ്ഞ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യ വീട്ടുകാരാണ്. ഇപ്പം റസൂലുള്ളാഹിൻ്റെ ഭാര്യയായില്ലേ, അതുകൊണ്ട് റസൂലുള്ളാഹിൻ്റെ ഭാര്യ വീട്ടുകാരാണ്, അളിയന്മാരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ മോചിപ്പിക്കുകയുണ്ടായതെന്ന്. അങ്ങനെ ചരിത്രത്തിൽ കാണാം, ഊഅ്തിക ഫീ സബബിഹാ മിഅതു അഹ്ലി ബൈത്തി മിൻ ബനിൽ മുസ്തലഖ് എന്നാണ്. ബനുൽ മുസ്തലഖ് ഗോത്രത്തിൽ നിന്ന് 100 പേർ ഇവർ കാരണത്താൽ സ്വതന്ത്രരായി എന്നുള്ളതാണ്.
ഞാൻ ഈ ചരിത്രം കൊണ്ടുവന്നതൊക്കെ ഈ ഹുജറയുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ. ഹുജറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ബൈത്തിൻ്റെ മുൻവശത്തുള്ള മുറ്റത്ത് മറച്ചു കെട്ടിയ 1 മീറ്റർ 60 സെൻറ്റിമീറ്റർ ഉയരത്തിൽ മറച്ചു കെട്ടിയ ഈ സ്ഥാനമാണിത്, ഈ ഹുജറ. അതിൽ നിന്ന് ഇറങ്ങിയാൽ, ആ വാതിലൂടെ ഇറങ്ങിയാൽ മസ്ജിദിലേക്കായിരുന്നു എന്നുള്ളതാണ്. ഈ സ്ഥലമാണ് ഹുജറയിൽ നിന്ന് അതിൻ്റെ വാതിലിലൂടെ ഇറങ്ങിയിട്ടുണ്ട് എങ്കിൽ മസ്ജിദാണ്. മസ്ജിദിൽ മിമ്പർ എന്ന സ്ഥലമാണ് ഈ ഭാഗം. ഇതിനെക്കുറിച്ചാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, മാ ബൈന ബൈത്തി വ മിമ്പരി റൗദത്തും മിൻ റിയാദിൽ ജന്ന. എൻ്റെ വീടിൻ്റെയും മിമ്പറിൻ്റെയും ഇടയിലുള്ള സ്ഥലം അത് സ്വർഗീയ തോപ്പുകളിൽ, സ്വർഗീയ തോട്ടങ്ങളിൽ ഒരു തോട്ടമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അത് ഉണ്ട്. ഇപ്പം ഈ ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്. അവിടുന്ന് അറിയാൽ മസ്ജിദ്. പിന്നെ മസ്ജിദിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുതുബ നിർവഹിച്ചിരുന്ന, അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിഞ്ഞു നിന്ന് നിസ്കരിച്ചിരുന്ന, ഒരു സുത്രയെന്നോണം മറയെന്നോണം മുന്നിൽ സ്വീകരിച്ചിരുന്ന ഒരു മിമ്പർ ഉണ്ടായിരുന്നു. അതൊരു ഈത്തപ്പന മുട്ടിയായിരുന്നു. അതിൻ്റെ കഥ പറയാം. അതിലേക്കായിരുന്നു റസൂലുള്ളാഹി നിസ്കരിച്ചിരുന്നത്. അതിന്മേലായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുതുബ നിർവഹിച്ചിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, അതിനിടയിലുള്ള സ്ഥലം സ്വർഗത്തിലെ ഒരു തോപ്പാണ് എന്ന് പറഞ്ഞെങ്കിൽ ആ സ്ഥലം സ്വർഗത്തിൽ സന്നിഹിതമാകും അന്ത്യനാളിൽ. പിന്നെ അവിടം ഇബാദത്തെടുത്ത് അള്ളാഹുവിന് ദിക്റിൽ പുണ്യകർമ്മങ്ങളിൽ കഴിഞ്ഞവർ, അവർക്ക് ആ സ്വർഗീയ സ്ഥലം ഈ സ്വർഗത്തിൽ വന്ന് അവർക്ക് അനുകൂല സാക്ഷിയാകും. അവിടെ ഇബാദത്തെടുത്ത വിശ്വാസികൾ അവർ സ്വർഗത്തിൽ ഇടം കാണും. ഇതൊക്കെയാണ് അതിൻ്റെ താല്പര്യം എന്ന് പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ മിമ്പറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ വമിമ്പരി അല ഹൗദി എന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ മിമ്പർ അത് എൻ്റെ ഹൗദിങ്കൽ ഹാജരാകും എന്ന് പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹൗദ് എന്താ? നമ്മൾ മനുഷ്യർ, മാനവകുലം പരലോക കോടതിയിലേക്ക് ഉയർത്തെഴുന്നേറ്റാൽ എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല മരണാനന്തരം പരലോകത്തേക്ക് ഉയർത്തെഴുന്നേൽപ്പിച്ചിട്ടുണ്ട് എങ്കിൽ എല്ലാ നബിമാർക്കും ഹൗദുണ്ട്. ഓരോ നബിമാരും അവരുടെ ജനങ്ങൾക്ക് ഹൗദിൽ നിന്ന് കോരിക്കൊടുക്കുമെന്നാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഹൗദുണ്ട്. ആ ഹൗദിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ട്, അന ഫറത്തുക്കും അലൽ ഹൗദ്, നിങ്ങളൊക്കെ മുൻകടന്ന് ഞാൻ ഹൗദിങ്ങലെത്തും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിൽ നിന്ന് കോരി നൽകുമെന്നാണ്. അള്ളാഹു ആ ഭാഗ്യം നൽകി നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ആ ഹൗദിങ്കരയിലേക്ക് ഈ മിമ്പർ വരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയണം. എൻ്റെ മിമ്പർ എൻ്റെ ഹൗദിങ്കൽ വരും എന്ന് പറയുന്നുണ്ട്. സഹീഹായ ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മിമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇന്ന് നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ കാണുന്ന രീതിയിലുള്ള മിമ്പറല്ല. അതൊക്കെ പിൽക്കാലങ്ങളിൽ ഓരോ കാലത്തിൻ്റെയും ആവശ്യകതക്കും അതേപോലെ തന്നെ സൗകര്യത്തിനും അനുസരിച്ച് പല മാറ്റങ്ങൾ വരുത്തിയതാണ്. തിരുനബിയുടെ മിമ്പർ അതിൻ്റെ ഏകദേശ രൂപം ഇതാണ്. ഏകദേശ ഇതാണ് എന്നല്ല, ഏകദേശ രൂപം ഇതാണ്. ഞാൻ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആദ്യകാലത്ത് മിമ്പർ ഉണ്ടായിരുന്നില്ല. പിന്നെയോ ഒരു ഈത്തപ്പനയുടെ മുട്ടിയായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു ഈത്തപ്പനയുടെ ഒരു കുറ്റി, അതിന്മേൽ കയറിയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുതുബ നിർവഹിച്ചിരുന്നത്. നിസ്കരിക്കുമ്പോൾ സുത്ര വേണമല്ലോ, മുന്നിലൊരു മറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിലേക്ക് തിരിഞ്ഞാണ്, അതിന് സുത്രയാക്കിയിട്ടായിരുന്നു നിസ്കരിച്ചിരുന്നത്. മിഹ്റാബ് ഉണ്ടായിരുന്നില്ല. മിഹ്റാബൊക്കെ പിന്നീടാണ് വരുന്നത്. അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ കാലത്ത് മിഹ്റാബ് ഉണ്ടായിരുന്നില്ല. ഉമർ റളിയല്ലാഹുവിൻ്റെ കാലത്ത് പിന്നെ മിഹ്റാബ് വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ചിരുന്നത് ഒരു ഈത്തപ്പന മരത്തിലേക്ക് തിരിഞ്ഞായിരുന്നു, ഒരു മുട്ടിയിലേക്ക് തിരിഞ്ഞായിരുന്നു. അതുമേലായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുതുബയും പറഞ്ഞിരുന്നത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഈത്തപ്പന മുട്ടിയിൽ ഒരാൾക്ക് നിന്നിട്ട് ഖുതുബ പറയണമെന്ന് ആലോചിച്ച് നോക്കി. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന്മേൽ കയറി നിൽക്കുമ്പോൾ ബാലൻസിന് വേണ്ടിയിട്ട് ഒരു അമ്പ് കുത്തി പിടിച്ച് നിന്നിരുന്നു എന്നൊക്കെ ഹദീസിൽ കാണുന്നത്. വാള് കുത്തി എന്നുള്ളതല്ല, പലരും ഇപ്പോൾ വാളാണ് പറയാറ്. ശരിക്കും വാളല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു അമ്പിൽ താങ്ങി നിന്നുകൊണ്ടായിരുന്നു ഖുതുബ പറഞ്ഞിരുന്നത്. കാരണം ഇതിൻ്റെ കാരണം അതാണ്, ഈത്തപ്പന മുട്ടി ആയത് കാരണത്താൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്
പ്രായമായില്ലേ, 53-ാമത്തെ വയസ്സിലാണ് ഹിജറ. പിന്നെ 53 വയസ്സിന് ഇപ്പുറമാണ് എവിടെ, മസ്ജിദ് നബവിയിൽ. അപ്പോൾ ഈ ഈത്തപ്പന മുട്ടിയിൽ വെച്ച് ഖുതുബ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കൊരു സാഹസമായി. അതുകൊണ്ടാണ് ഈ അമ്പിലൊക്കെ കുത്തി നിന്നിട്ട് പിന്നെ ഖുതുബയൊക്കെ നിർവഹിക്കേണ്ട അവസ്ഥ വന്നത്. അപ്പോൾ ഒരു മഹദി, ഒരു അൻസാരി സ്ത്രീ വന്നിട്ട് പറയാണ്, അവരുടെ കയ്യിലൊരു ആശാരി ഉണ്ടായിരുന്നു. അത് ആ മഹദി വന്നിട്ട് പറഞ്ഞു, റസൂലെ, ഞാൻ നിങ്ങൾക്കൊരു മിമ്പർ ഉണ്ടാക്കി തരാം, നിങ്ങൾക്ക് അതിൽ കയറിയിട്ട് ഖുത്ബ നിർവഹിക്കാമല്ലോ. ചില നിവേദനങ്ങളിൽ ഒരു പുരുഷനാണിത് പറഞ്ഞത് എന്ന് പറയുന്നുണ്ട്. ഏതായാലും ഈ സ്ത്രീ നിയോഗിച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഒന്നിലധികം തവണ ഈ സംഭാഷണം ഉണ്ടായിട്ടുണ്ടാകും. ഏതായാലും ഒരു അൻസാരി സ്ത്രീ അവർ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, ഞാനൊരു മിമ്പർ ഉണ്ടാക്കി തരാം, എൻ്റെ കയ്യിലൊരു ആശാരിയുണ്ട്, അതിനെ കൊണ്ട്. അങ്ങനെ മദീനയിൽ നിന്ന് ചില മരങ്ങൾ ശേഖരിച്ച് ആ മഹദി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 3 ദറജയിൽ 3 സ്റ്റെപ്പുകളിലായിട്ട് ഒരു മിമ്പർ ഉണ്ടാക്കി. അതിൻ്റെ ഏകദേശ രൂപം ചരിത്രം വായിച്ചതനുസരിച്ച് ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ഘടന. ഏതായാലും പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ മിമ്പറിൽ കയറിയാണ് ഖുത്ബ നിർവഹിച്ചത്. ചരിത്രത്തിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുത്ബ നിർവഹിക്കാൻ വേണ്ടിയിട്ട് വരുന്നത് തൻ്റെ വീട്ടിൽ നിന്നാണ്, തൻ്റെ വീട്ടിൽ നിന്നാണ് വരുന്നത്. ഹുജറയിൽ നിന്ന് അവിടെ നിന്നാണ് വരുന്നത്. മിമ്പറിൻ്റെ സ്ഥാനം ഇതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങോട്ടാണ് വരുന്നത്. അപ്പോൾ അതുവരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രസംഗിച്ചിരുന്നതും തിരിഞ്ഞ് നിസ്കരിച്ചിരുന്നതും അതിൻ്റെ സ്ഥാനം ഇതാണ്. ഇവിടെയായിരുന്നു ആ ഈത്തപ്പന മുട്ടി ഉണ്ടായിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹുജറയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് വരുമ്പോൾ, കഴിഞ്ഞ ആഴ്ച വരെ, വെള്ളിയാഴ്ച ദിവസമാണ് ഈ വരുന്നത്, അപ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ച വരെ ഇവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്ന് ഇവിടെ കയറിയിട്ടാണ് ഖുത്ബ. പക്ഷേ ഇന്ന് അതിനെ കയറാതെ റസൂലുള്ളാഹി ഈ മിമ്പറിലേക്ക് വരുമ്പോൾ, അതാണ് ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു സാമീപ്യവും തിരുനബിയുടെ ആ പാദസ്പർശവും നഷ്ടപ്പെട്ട, അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നുള്ള ആ ഒരു ഉത്ബോധനം, ദിക്ർ, അത് നഷ്ടപ്പെട്ട ആ ഈത്തപ്പന മുട്ടി അത് കരഞ്ഞു എന്നാണ്. മറ ഇലൽ ജിദ്ഇ അല്ലദീ കാന യഖ്തുബു ഇലൈഹി ഫലമ്മ ജാവസൽ ജിദ്അ സമഅനൽ ഖശബത തഹിന്നു ഹനീനൽ വാലിഹി എന്നാണ്. സഹാബികൾ പറയാണ്, ആ ഈത്തപ്പന മുട്ടി അതിൽ കയറാതെ റസൂൽ പുതിയ മിമ്പറിലേക്ക് വരുമ്പോൾ ഒരു കുഞ്ഞ് നഷ്ടപ്പെട്ട ഉമ്മ എങ്ങനെ കരയുമോ അങ്ങനെ അത് ഏങ്ങി കരയുന്നത് ഞങ്ങൾ കേട്ടു എന്നാണ് സഹാബികൾ. ആ ഈത്തപ്പന മുട്ടി അങ്ങനെ ഏങ്ങി കരയുന്നത് ഞങ്ങൾ കേട്ടു എന്നാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു എന്നാണ്, ഹാദാ ബകാലിമ ഫഖദ മിനൽ ദിക്ർ, ഉത്ബോധനം അതിൻ്റെ അടുത്ത് നിന്നായിരുന്നല്ലോ, അത് നഷ്ടപ്പെട്ടതിനാലുള്ള കരച്ചിലാണ് അത് എന്ന് പറഞ്ഞു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനങ്ങനെ അണച്ചു പൂട്ടി പിടിച്ചു എന്നാണ്. എന്നിട്ട് അനുബന്ധം പറഞ്ഞു എന്നാണ്, വലൗലം അഹ്തദിൻഹു ലഹന്ന ഇലാ യൗമിൽ ഖിയാമ, ഞാൻ അതിനെ ഈ അണച്ചു പൂട്ടിയില്ലായിരുന്നുവെങ്കിൽ, അതിനെ ആശ്വസിപ്പിച്ചില്ലായിരുന്നുവെങ്കിൽ അത് അന്ത്യനാൾ വരേക്കും കരയുമായിരുന്നു എന്ന് പറഞ്ഞു എന്നാണ്. അങ്ങനെ പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ പുതിയ മിമ്പറിലേക്ക് പോയിട്ട് ആ മിമ്പറിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിൻ്റെ 3-ാമത്തെ ദറജയിൽ കയറി ഖുത്ബ നിർവഹിച്ചു എന്നുള്ളതാണ് ചരിത്രത്തിലുള്ളത്. ഈ അതുവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കാരത്തിന് സുത്രയായി സ്വീകരിച്ച ആ ഈത്തപ്പന മുട്ടി ജിദ്, അതിന് പിന്നീട് എന്ത് സംഭവിച്ചു? കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചേർത്ത് പിടിക്കലുണ്ടായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കയറി നിന്ന ഒരു ജിദല്ലേ, ഈത്തപ്പന മുട്ടിയല്ലേ. അതുകൊണ്ട് തന്നെ ചരിത്രത്തിൽ കാണാം, ഈ മസ്ജിദ് പിന്നീട് പൊളിക്കേണ്ടി വന്നിട്ടുണ്ട്. അതിന് വിപുലീകരണത്തിന് വേണ്ടി പൊളിക്കേണ്ടി വന്നിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തുള്ളതുപോലെയല്ല, പിന്നീട് ഉമർ റളിയല്ലാഹുവിൻ്റെ കാലത്തൊക്കെ മസ്ജിദ് വിപുലീകരിക്കേണ്ടി വന്നു. അതേപോലെ ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ കാലത്തും മസ്ജിദ് വിപുലീകരിക്കേണ്ടി വന്നു. അങ്ങനെ ഈ വിപുലീകരണത്തിന് വേണ്ടിയിട്ട് മസ്ജിദുൻ നബവി പൊളിച്ചപ്പോൾ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു തആല എന്ന് പറയുകയാണ്, അപ്പോഴും ഈത്തപ്പന മുട്ടി അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം എന്ത് ചെയ്തു, മസ്ജിദ് പൊളിച്ചപ്പോൾ അദ്ദേഹം ആ ഈത്തപ്പന മുട്ടി എടുക്കുകയും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കൊണ്ടുപോയിട്ട് അത് വെച്ചു എന്ന്. പക്ഷേ ഉബയ്യ് റളിയല്ലാഹു എന്ന് പറയുന്നത് അത് വീട്ടിലിരുന്നിരുന്നു, പിന്നീട് അത് നുരുമ്പുകയും അക്കലത്തുഹുൽ അറദത്തു വആദ റുഫാത്തൻ എന്നാണ്. അക്കലത്തുഹുൽ അറദ എന്ന് പറഞ്ഞാൽ ആ ഈത്തപ്പന മുട്ടിയെ അതിനെ ചെതൽ തിന്നു. അറദത്ത് എന്ന് പറഞ്ഞാൽ ചെതൽ തിന്നുകയും അങ്ങനെ വആദ റുഫാത്തൻ, അത് റുഫാത്തായി മാറിയതാണ്. എന്താ അത് പിന്നെ മണ്ണായി ജീർണിച്ചു പോയി എന്നാണ് ഉബയ്യ് റളിയല്ലാഹു തആല അൻഹു പറയുന്നത്. മനസ്സിലായോ? അവിടെ നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു പാഠം,
നോക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിഞ്ഞ് നിസ്കരിച്ചിരുന്ന ആ ഈത്തപ്പനയുടെ മുട്ടി, തിരുനബിയുടെ പാദം സ്പർശമേറ്റ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കയറി നിന്ന് ഖുതുബ നിർവഹിച്ചിരുന്ന ആ പിന്നെ ഈത്തപ്പന തടി മാത്രമല്ല, അത് കരഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെ അടച്ചു പൂട്ടി ആശ്വസിപ്പിച്ചില്ലായിരുന്നുവെങ്കിൽ അന്ത്യനാൾ വരേക്കും അത് കരയുമായിരുന്നു എന്ന് പറഞ്ഞ ആ ഈത്തപ്പന മുട്ടി, അത് മസ്ജിദ് പൊളിച്ചപ്പോൾ അവിടുന്ന് കൊണ്ടുപോകാൻ ഉണ്ടായത്. ഉബൈർ റളിയല്ലാഹു അൻഹു കൊണ്ടുപോയി തൻ്റെ വീട്ടിൽ വെച്ചു. പിന്നീട് അത് ചെതലരിച്ച് അത് ജീർണിക്കുകയാണ് ഉണ്ടായത് എന്നതാണ് അവിടെ നമ്മൾ മനസ്സിലാക്കുന്ന ചരിത്രം. അതിൽ നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു പാഠം, തിരുനബിയുടെ തിരുശേഷിപ്പുകളിൽ ഏറെ പ്രാധാന്യമുള്ളത് ഒന്നാണല്ലോ ഈ ഈത്തപ്പനയുടെ തടി. അത് നോക്കി നിങ്ങൾ, അത് ചെതലരിച്ചു, അത് ജീർണിച്ചു, നുരുമ്പിപ്പോയി എന്ന് നമ്മൾ വായിക്കുമ്പോൾ, ഇതേപോലെയാണ് മസ്ജിദുൻ നബവിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താമസിച്ച വീടും അതിൻ്റെ പരിസരങ്ങളും. ഇന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതെന്ന് പറയാൻ അവിടെ നമ്മൾ കാണുന്നത് എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരസ്പർശമേറ്റു എന്ന നിലക്ക് അവിടെ ഉള്ളത് എന്താ? ഒന്നുമില്ല, ഇന്നൊന്നുമില്ല. അതൊക്കെയും നഷ്ടപ്പെടേണ്ടായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു മോതിരായിരുന്നു ജീർണിക്കാതെ, നുരുമ്പിപ്പോകാതെ, ഉടഞ്ഞു പോകാതെ ശേഷിച്ചിരുന്നത്. അത് അബൂബക്കർ റളിയല്ലാഹു അൻഹു തിരുവിയോഗ ശേഷം അണിഞ്ഞു. പിന്നെ ഉമർ റളിയല്ലാഹു തആല അൻഹു കയ്യിലണിഞ്ഞു. പിന്നെ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു അത് കയ്യിലണിഞ്ഞു. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു അത് കയ്യിലണിഞ്ഞുകൊണ്ട് ബീർ അരീസ് എന്ന് പറയുന്ന കിണറിൻ്റെ അടുക്കൽ പോയി. ഖുബാ മസ്ജിദിനോടടുത്ത് ഉള്ള ഒരു കിണറായിരുന്നു അരീസ് കിണർ. ആ അരീസ് കിണറിൻ്റെ അടുക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയി ആ കിണറിലേക്ക് കാല് തൂക്കിയിട്ട് ഇരിക്കാറുണ്ടായിരുന്നു. അതിൻ്റെ തടത്തിൽ അതിലേക്ക് കാല് തൂക്കിയിട്ട് ഇരിക്കാറുണ്ടായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അതുകൊണ്ട് തന്നെ പിൽക്കാലത്ത് സഹാബികൾ അവിടെ പോയി ഇരിക്കാറുണ്ട്. ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ ഖിലാഫത്തിൽ തിരുദൂതരുടെ ഈ മോതിരം അണിഞ്ഞു ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ആ കിണറ്റിൻ്റെ വക്കിലിരുന്നു. പക്ഷേ ആ മോതിരം കിണറ്റിലേക്ക് വീണുപോയി. ഏറെ പരിശോധിച്ചിട്ടും തിരഞ്ഞിട്ടും ആ മോതിരം കണ്ടുകിട്ടിയില്ല എന്നുള്ളത്. പിന്നീട് ഒരിക്കലും അത് കിട്ടിയിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപയോഗിച്ച വസ്ത്രങ്ങൾ ഇതേപോലെ തീർന്നുപോയി. അതേപോലെ വസ്തുവകകൾ കഴിഞ്ഞുപോയി. ഈ ഒരു മിമ്പർ, അതിനെക്കുറിച്ച് പ്രത്യേകം നമ്മളിവിടെ ഉബൈർ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്. അത് വീട്ടിൽ കൊണ്ടുപോയി വെച്ചെങ്കിലും ചിതലരിച്ച് അത് റുഫാത്തായി, മണ്ണായി മാറി എന്നുള്ളതാണ് പറയുന്നത്. അതിൽ നമുക്കുള്ളൊരു പാഠം, നമുക്ക് ഇപ്പം നമ്മളിതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീടിനെ കുറിച്ചും ആ പരിസരങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അതെന്തുകൊണ്ടാണ്? നമുക്ക് ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂറും ഇഷ്ടവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുള്ള സ്നേഹവും, ഒരു വ്യക്തിയോടുള്ള സ്നേഹം, അദ്ദേഹവുമായി ബന്ധപ്പെട്ടതെല്ലാം നല്ല സ്മരണയിൽ പറയാനും നല്ല നിലയിൽ അവതരിപ്പിക്കാനും അത് നമുക്ക് പ്രേരകമാകും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആദർശത്തെ നമ്മൾ പഠിക്കുക, ഉൾക്കൊള്ളുക, അതിലൂടെ നമ്മൾ ബർക്കത്തെടുക്കുക എന്നുള്ളതാണ് പ്രധാനം. അല്ലാതെ തിരുശേഷിപ്പുകൾ കൊണ്ട് ബർക്കത്തെടുത്ത് കാലം കഴിയാൻ വേണ്ടിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല തിരുദൂതരുടെ ശേഷിപ്പുകളെ ഇവിടെ വിട്ടേച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വിട്ടേച്ചിട്ടില്ല. പലതും കൊണ്ട് നടക്കുന്നുവെങ്കിലും അതൊന്നും യഥാർത്ഥത്തിൽ തിരുശേഷിപ്പാണ് എന്നൊരിക്കലും ചരിത്രപരമായ അല്ലെങ്കിൽ സ്ഥിരപ്പെടാത്ത വിഷയങ്ങളാണ്. പലരും റസൂലുള്ളാഹിൻ്റെ ചെരുപ്പാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉടുപ്പാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാളാണ്, ഇങ്ങനെ തുടങ്ങി. ഡൽഹിയിൽ ഒരിക്കൽ ഞാൻ ഒരാവശ്യത്തിന് പോയപ്പോൾ ഡൽഹിയിലുണ്ട് ഒരു മാർബിൾ. ആ മാർബിളിൽ ഒരു കാല് ഇങ്ങനെ പതിഞ്ഞിട്ട് അത് ആളുകൾക്ക് കാണിക്കുന്നു, ആളുകൾ അത് തൊട്ട് മണക്കുന്നു, മുത്തുന്നു, അതിലേക്ക് പൈസ സമർപ്പിക്കുന്നു. പൈസയാണ് പ്രധാനം, അതിനാണ് കാണിക്കുന്നത്. അതിൽ അവർ റോസാപ്പൂ വിതറിയിട്ടുണ്ട്, അത് ആളുകളുടെ അടുത്ത് തിന്നുന്നു. പിന്നെ അത് ആരി പോക്കറ്റിലിടുന്നു, പിന്നെ റോസാപ്പൂ ഇടുന്നു. ഇത് ഒരു മാർബിൾ കല്ലാണ്. ആ മാർബിൾ കല്ലിൽ ഒരു പാദത്തിൻ്റെ അടയാളമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചവിട്ടിയപ്പുണ്ടായ പാദ അടയാളമാണെന്ന് പറഞ്ഞാണ് ഇത് ചെയ്യുന്നത്. ഇങ്ങനെയൊന്നും ഒരിക്കലും ഇല്ല. അതൊക്കെ ആളുകൾ ഈ അന്ധവിശ്വാസത്തിൻ്റെയും അനാചാരത്തിൻ്റെയും വാക്താക്കൾ ജനങ്ങളുടെ ആശയവും ആദർശവും ഒരുപോലെ, അതേപോലെ തന്നെ കാശുമൊക്കെ ഒരുപോലെ അടിച്ചു മാറ്റാനുള്ള ഓരോരുത്തരുടെ ഓരോ പണികളാണ്. നമ്മൾ ഇത്തരം ചരിത്രങ്ങൾ പഠിക്കുമ്പോൾ ഈ ഇത്തരം അനുബന്ധങ്ങൾ അറിയൽ അനിവാര്യമായതിനാലാണ് ഞാൻ ഉണർത്തുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുചര്യകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ
ആ മാതൃകകൾ, സുന്നത്ത്, അതാണ് എപ്പോഴും ഇവിടെ ശേഷിക്കുന്നതും നമ്മൾ മാതൃകയാക്കേണ്ടതും എന്നുള്ളതാണ് ഇവിടെ ഉണർത്താനുള്ളത്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇതിൻ്റെ ഒരു ബാക്കിയിൽ ഇനി നമ്മളിപ്പോൾ ഹുജറയെ കുറിച്ചാണ് പറഞ്ഞത്, ബൈത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ അതേപോലെ തന്നെ മറ്റു ചരിത്രങ്ങൾ ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ ബിഇദ്നില്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും എല്ലാ നന്മകളിലേക്കും ഉദവിയേറ്റി തുറവിയേറ്റി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹ്ക്ക് വഴിപ്പെട്ട് ജീവിക്കാനുള്ള ആയുരാരോഗ്യം അള്ളാഹു നമുക്ക് ഏവർക്കും ഏറ്റി കനിയുമാറാവട്ടെ. അള്ളാഹു നമ്മളെ തൃപ്തിപ്പെടുമാറാവട്ടെ. ഇതിനേക്കാൾ ശ്രേഷ്ഠപ്പെട്ട ഒരു സദസ്സിൽ, ഒരു വിരുന്നിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം സ്വർഗ്ഗത്തിൻ്റെ ഉന്നതങ്ങളിൽ പങ്കെടുക്കാൻ നമ്മളെല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ നല്ല മുറാദുകൾ നമുക്ക് നേടിത്തരുമാറാവട്ടെ. നമ്മളിൽ കടമുള്ളവരുടെ കടങ്ങളെ അള്ളാഹു വീട്ടി നൽകുമാറാവട്ടെ. ജോലിയില്ലാത്തവർക്ക് ഹലാലായ ജോലിയെ പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കളോട് നാഥൻ കനിയുമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്നവർക്ക് അള്ളാഹു ശിഫ നൽകുമാറാവട്ടെ. മരണപ്പെട്ട് മൺമറഞ്ഞവരോടും നാഥൻ പൊറുക്കുമാറാവട്ടെ. അവരെയും നമ്മളെയും അള്ളാഹു സ്വർഗ്ഗത്തിലും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഇണകളിലും മക്കളിലും ഈ ദുനിയാവിലും നാളെ ആഖിറത്തിലും നമുക്കെല്ലാം അള്ളാഹു കൺകുളിർമ വർദ്ധിപ്പിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الملة والدين. اللهم احفظ لي هذه البلاد بلاد الحرمين الشريفين أمنها ويمنها ورجال أمنها. اللهم احفظ لها ثغور حدودها. اللهم احفظ لها قيادتها وعقيدتها إنك ولي ذلك والقادر عليه. يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا ذا الجلال والإكرام. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم.